ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ പോവാണ്. അപ്പം നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ കോഴികളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ കോഴി നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് മാറ്റാൻ പോവാണ്. കാരണം ഇവിടെ നാട്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ കോഴീനെ വേറൊരു വീട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മാറ്റണതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കാണിച്ചു തരാം. ഓസ്ട്രേലിയ കോഴി ഉണ്ടോയെന്ന് കുറേ പേർക്ക് കാണുന്നുണ്ടാവും. ഞാനും കാണിക്കണ്ടേ നമ്മുടെ അടുത്തുണ്ട് കോഴിയെന്ന്. ഇതാണ് ആ 4 കോഴികൾ. ഇവന്മാർ 4 പേരെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇതിനുള്ളിൽ കണ്ടോ കൂടൊക്കെ സെറ്റാണ്. ഇവിടെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ, ആക്ച്വലി സൗത്ത് ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടുത്തെ ആദ്യത്തെ മലയാളികളിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ള ഒന്നും. പക്ഷേ രാകേഷ് ചേട്ടൻ എന്താ ഇത് കാണുന്ന വാട്ടർ മെലോണാണ്. നമ്മൾ കോഴി പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഉള്ള എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. വാട്ടർ മെലോണ്, പിന്നെ ഇത് മുന്തിരിയാണ്. പക്ഷേ ഈ മുന്തിരി അങ്ങനെ കായ്ച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അതിന് പകരം ഞങ്ങൾ പുതിയ മുന്തിരി ഇവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള മുന്തിരി വെച്ചിട്ടുണ്ട്. വാഴ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരോ ചെറിയ ചെറിയ സെറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുവാണ്. കൂടാതെ ഇതിലാണ് കോഴിനെ കൊണ്ടുപോകാൻ നോക്കണേ. രാജേഷേട്ടൻ കോഴിനെ പിടിക്കാൻ പോവാണ്. രാജേഷേട്ടൻ ഉസ്താദാണ് കോഴി പിടിക്കാറൊക്കെ. അപ്പോൾ ഓരോന്ന് പിടിച്ച് ഇരുന്ന് തരൂല്ലേ രാജേട്ടൻ. ഇത് മാർക്ക് എന്ന് വെച്ചാൽ നിതിൻ്റെ വീട്ടിലുണ്ട് കോഴി. അപ്പോൾ ഞങ്ങൾ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെർമനന്റ് മാർക്ക് ഇട്ടിട്ട് എല്ലാ കോഴിക്കും ഇട്ട് കൊടുത്തിട്ട് വേണം പോകാൻ അല്ലേ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കോഴീനെ പാക്ക് ചെയ്യാണ് പോട്ട്പ്രയിൽ നിന്ന്. പോട്ട്പ്രയിൽ കൃഷീൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ നേരെ വല്ലറൂ എത്തി. വല്ലറൂരിൽ ഞങ്ങൾ കോഴീനെ ഇടുന്ന ഫോട്ടോനെ എടുത്ത് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഇതിനുണ്ട് ഒരുപാട് കോഴി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സൂപ്പറാണ് ഇവിടെ. അത് വല്ലറൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവനുണ്ട് ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കോഴി ഒരു 3-4 കോഴി ഇവനുമുണ്ട്. അപ്പോൾ ഇവിടെ ചെടിയും മറ്റു മരങ്ങളും പേരക്കയും മാവും ആപ്പിളും മുന്തിരിയും എല്ലാം സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവനിപ്പോൾ ഗാർഡനും സെറ്റാക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കോഴിനെ കൊണ്ട്.